ഫ്രാങ്കിളിന്റെ അടുത്ത് ഇന്നലെ ഒരു RC കാർ മേടിച്ച് തരാൻ പറഞ്ഞപ്പോൾ ഫ്രാങ്കിൾ അണ്ണന് അതൊരു മടി. അപ്പൊ പിന്നെ ഞാനും ഇറങ്ങി പോവുകയാണ്. എൻ്റെ ഒരു ഇവിടുത്തെ ഒരു വിലയാക്കത്തില്ലല്ലോ എന്നെയൊന്നും. ഇപ്പോൾ വല്ല ടിങ്കുവിനെ മതിയല്ലോ, ടിങ്കുവും പിഞ്ചാനുമായിട്ടല്ലേ അയാളെ കൂട്ട്. അപ്പൊ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിന്ന് വെറുപ്പിക്കുന്ന? ഞാൻ എന്തായാലും ഇറങ്ങി പോവുകയാണ്. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ് നമ്മളാണെങ്കിൽ രാവിലെ തന്നെയൊക്കെ ഗൈസ് എണീച്ചിട്ടുണ്ട്. എടാ സിഞ്ചാനടാ, പിന്നെടാ ഹലോ സിഞ്ചാനടാ, നീ ഉറങ്ങിയാണോ? എന്തുവാടാ വിളി കേൾക്കുന്നില്ലല്ലേ ഗൈസ്? അവൻ വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ ഗൈസ്. എന്തായാലും നമുക്കന്ന് മേളിലോട്ട് പോയി നോക്കാൻ. അവൻ വല്ലതും ഒളിച്ച് ഇരിക്കുകയായിരിക്കും കേട്ടോ ഗൈസ് മേളിൽ. അവനെന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഗൈസ് ഇന്നലെ ഒരു RC കാറുകളൊക്കെ അവന് വേണമെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. ഇന്നാണെങ്കിൽ അത് മേടിക്കാനുള്ള ഫണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എടാ സിഞ്ചാനടാ, പിന്നെ RC കാറിനുള്ള ഫണ്ടുകളൊക്കെ ഇവിടെ ഇല്ല ഗൈസ്. പിന്നെ അവിടെ പോയി ഗൈസ് സിഞ്ചാൻ? ഗൈസ് ഇത്ര നേരം ഇവിടെ ഗൈസ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഗൈസ്. പിന്നെ അവനെവിടെ പോയി ഗൈസ്? വെളിയിലുള്ള നിന്ന് ഗൈസ് നമ്മളെ ചോപ്പിനോട് വല്ലതൊക്കെ പറയായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും വെളിയിലോട്ട് പോയി നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ മെത്തേഡ് ഇടയിലും ഇല്ല ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. എന്തായാലും ഗൈസ് വെളിയിൽ കാണും ഗൈസ്, ഉറപ്പാണ് ഗൈസ്. ചിലപ്പോൾ എന്തായാലും അവൻ വെളിയിൽ ആളൊക്കെ കാണും, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗൈസ്. ഈ സറൗണ്ടിലെല്ലാം നോക്കിയൊക്കെ എന്തായാലും അവൻ അവിടെ വല്ലതും നിന്ന് കളിക്കുകയായിരിക്കും. പിഞ്ചാനോ ചോപ്പോ ടിങ്കുവൊക്കെ ആയിട്ട് വല്ലതും നിന്ന് കളിക്കുകയായിരിക്കും. ഇവിടെ ഇല്ലല്ലേ ഗൈസ് നമ്മൾ ടിങ്കു ഗൈസ്. പറയുമ്പോൾ നമ്മളെ ടിങ്കു എന്ന് വെച്ചാൽ മറ്റേ വീട്ടിലല്ലേ ഗൈസ് ടിങ്കു ഇപ്പം. അപ്പോൾ ഗൈസ് ഇവിടെ ഒന്നും ഇവനെ കാണുന്നില്ലല്ലോ ഗൈസ് ഷിൻജാനെ. ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ചേച്ചി ഷിൻജാൻ വല്ല അവിടെ വന്നായിരുന്നോ? ഗൈസ് അയാളെ തമാശയെ ഗൈസ്, നമ്മളൊരു ചെറുകനെ കണ്ടുപിടിക്കാൻ നേരം തമാശയാണ് കാണിക്കുന്നത് ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഗൈസ് പിന്നെ ഇവിടെ പോയി കാണും. ഗൈസ് രാവിലെ വല്ല ജോണുമായിട്ട് വല്ലയിടത്തും പോയി കാണും ഗൈസ്. എന്തായാലും നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ട് ഒന്ന് പോവാം. അതിനു മുമ്പേ ഒന്ന് ഇവിടെയൊക്കെ നോക്കി വെക്കാം. ചിലപ്പോൾ നമ്മൾ അവിടെ വരെ പോകുന്ന വെറുതെ ആവും ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ ജോണിൻ്റെ വീട്ടിൽ കാണും ഗൈസ്. എനിക്ക് അപ്പോഴേ തോന്നുന്നുണ്ട് ജോണിൻ്റെ വീട്ടിൽ കാണും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ട് ആദരങ്ങളും കത്തിച്ച് വിടാം ഗൈസ്. ജോണിൻ്റെ വീട്ടിൽ അവിടെ പോയതിന് ശേഷം ജോണുമായിട്ട് വല്ല ചെസ്സോ വല്ല ക്യാരംസോ വല്ലതൊക്കെ കളിക്കായിരിക്കും ഗൈസ്. അവർ ഇരുന്ന് കളിക്കുമ്പോൾ നമ്മളാണെങ്കിൽ അവിടോട്ട് ചെല്ലുന്നു ഗൈസ്. അപ്പം നമുക്ക് ഒന്നിരുന്ന് കളിക്കാം ഗൈസ്. എന്നിട്ട് ഗൈസ് വല്ല ടൂറിന് വല്ലതൊക്കെ പോവാം അവനെ കൂട്ടി. അപ്പം നമ്മൾ ജോണിൻ്റെ വീട്ടിൽ ആണെങ്കിൽ ഇല്ലെങ്കിൽ ഗൈസ് പിന്നെ അവിടെ പോയി കാണും ഗൈസ്. അവരെ തന്നെ കാണും ഗൈസ്. എൻ്റെ ഒരു ഓവർ തിങ്കിങ് എനിക്ക് ഇച്ചിരി കൂടുതലാണ്. ഞാൻ ഒരു ഇൻട്രോവേർട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരിതുണ്ട് ഗൈസ്. അപ്പം അവനവിടെ കാണുമെന്ന് എനിക്കറിയാം, എന്നാലും അറിഞ്ഞുകൊണ്ടെന്നുള്ളൊരിതുണ്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഒന്ന് പോയി നോക്കാം ഗൈസ്. എന്തായാലും അവൻ അവിടെ കാണും. നമുക്കാണെങ്കിൽ നേരെ ഒന്ന് പോയി ജോണിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്നിട്ട് ഗൈസ് അവനെ വിളിച്ചോണ്ട് ഗൈസ് വീട്ടിൽ വന്നതിന് ശേഷം എല്ലായിടത്തും ടൂറിനും എല്ലാം പോവാൻ ഗൈസ്. അപ്പം ഇപ്പോൾ നമ്മളെ വണ്ടി ഞങ്ങളൊക്കെ ഇവിടെയും ഞങ്ങളൊക്കെ നിർത്താം ഗൈസ്. എൻ്റെ പൊന്നു ഗ്ലാസ്സൊക്കെ ഞങ്ങളായി പോയല്ലോ. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമുക്കാണെങ്കിൽ ഇറങ്ങി ചെന്ന് ചോദിക്കാം. നമുക്കാണെങ്കിൽ നേരെ പോയി ചോദിക്കാം. എടാ ജോണേടാ, പിന്നെ ഇവിടെ ഷിൻജാനല്ലോ വന്നായിരുന്നോ? ഇല്ലടാ, അവനൊന്നും ഇവിടെ വന്നില്ലടാ. ഓക്കേടാ ശരിയടാ, അവനെ വീട്ടിൽ കാണുന്നില്ല, അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ഗൈസ്. അപ്പോൾ ഇവനും ഇവിടെയും വന്നിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കും നമ്മളെ മറ്റേ വീട്ടിൽ വല്ലതും പോയിന്ന് ടിങ്കുവായിട്ട് വല്ലതും കളിക്കായിരിക്കും. എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്കെന്തായാലും പോയി നോക്കാൻ കഴിച്ചു അവിടെ. അപ്പോൾ നമുക്കെന്തായാലും അവിടെ കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനവിടെ കാണും, എനിക്ക് നല്ല ഉറപ്പുണ്ട് അവനവിടെ കാണും ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ആ വീട്ടിലോട്ട് ഞങ്ങൾ കത്തിച്ചു വിടാം. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ഗൈസ്. അവിടെയും കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോയി നോക്കും ഗൈസ് നമ്മൾ? ഗൈസ് അവിടെ കാണുമായിരിക്കും. അവിടെ കാണും ഗൈസ്. അവിടെ വീട്ടിൻ്റെ മേളിൽ വല്ലതും ഇരുന്ന് PC കാര്യങ്ങളൊക്കെ ഇരുന്ന് ഗെയിം കളിക്കായിരിക്കും ഷിൻജാൻ ഗൈസ്. എനിക്ക് പേടിയുണ്ട് ഗൈസ്. ഞാൻ ഫ്ലൈ മോഡ് ഇട്ടാണ് ഗൈസ് ഇവിടെ വന്നത്. എന്തായാലും ഇവിടെ ഒന്ന് പോയി കയറി നോക്കാം ഗൈസ് അവൻ ഇവിടെ വല്ലതും ഉണ്ടോയെന്ന്. ഷിൻജാനടാ, ഫ്രാങ്ക്ലിനെണ്ണം വന്നിടാടാ, വന്ന് വണ്ടി കയറാം, നമ്മളെ വീട്ടിൽ പോവാടാ. ഗൈസ് അറിയാൻ പറ്റത്തില്ല ഗൈസ്, അവനെ അവിടെ കിടന്ന് വല്ല ഉറങ്ങിയായിരിക്കും. ഷിൻജാനടാ ഞാൻ വന്നിടാ. ഇവൻ എന്താ എണീച്ച് വരത്തില്ല, എന്തുവാ ഇവൻ? ഗൈസ് ഇവിടെ ഇല്ല ഗൈസ്. ഇവിടെ അല്ലല്ലോ ഗൈസ്, ഇവിടെ അല്ലേ ബെഡ് കിടക്കുന്ന? ഗൈസ് ഇവിടെയും ഇല്ല ഗൈസ്. തേഞ്ഞ് ഗൈസ് ഇവിടെ കാണുന്നില്ല ഗൈസ് ഷിൻജാനെ. ഗൈസ് നമ്മൾ പാടുള്ളൊരു പ്രതീക്ഷയും ഗൈസ് തെറ്റി ഗൈസ്. പിന്നെ അവൻ എവിടെ പോയി കാണും ഗൈസ്? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ ഗൈസ്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവൻ വല്ലയിടത്ത് ഇറങ്ങിപ്പോയോ ഗൈസ്?
അതോ രാവിലെ ഒരു ഫ്ലൈറ്റിൽ കയറി അവൻ്റെ നാട്ടിൽ പോയി കാണുമോ ഗൈസ്? എനിക്കൊന്നും അറിയാൻ വയ്യ ഗൈസ്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. അവനെവിടെ പോയി കാണും ഗൈസ് എന്തായാലും. ഗൈസ് വല്ല കൂട്ടുകാരന്മാരെ വീട്ടിൽ പോകാമെന്ന് വെച്ചാൽ ഈ നാട്ടിലാണെങ്കിൽ അവന് കൂട്ടുകാരന്മാരും ഇല്ല ഗൈസ്. എന്തായാലും ഗൈസ് നമുക്കല്ല ബീച്ച് റോഡ് വഴിയൊന്ന് പോയി നോക്കാം ഗൈസ്. വല്ല ബീച്ചിൽ നിന്നാലോ ഗൈസ്. ഇവിടെ ആണെങ്കിൽ നമ്മളെ പട്ടിയെയും കാണുന്നില്ല ഗൈസ്. നമ്മളെ പട്ടി പിന്നെ ഇവിടെ പോയി ഗൈസ്. പട്ടിയെങ്ങാട്ട് വലുതാണ് ഗൈസ് ഇപ്പം ഷിൻചാൻ്റെ പപ്പ വിളിക്കുകയാണെങ്കിൽ ഗൈസ് ഫുള്ളങ്ങ് തേയും 3G ആവും കേട്ടോ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് ബീച്ച് റോഡുകളൊക്കെ വിടാം ഗൈസ്. ഫോർച്യൂണർ ചേട്ടന്മാർക്ക് ഇപ്പം ഭയങ്കര അഹങ്കാരമാണ് ഗൈസ്. നമ്മളെ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇടിക്കുന്നു ഗൈസ്. അതൊക്കെ പോട്ട് ഗൈസ്. നമ്മളെ വണ്ടിയാണെങ്കിൽ ഇപ്പോഴേ എന്നാൽ നശിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരിടികളെ കിട്ടുകയാണെങ്കിൽ ഗൈസ് നമ്മളെ വണ്ടി ഫുള്ള് ഇതാക്കാം. നമ്മളെ വീട്ടിൽ പോയിട്ട് ഗൈസ് ശരിയാക്കണം ഗൈസ്. നമുക്ക് ബീച്ച് റോഡ് നേരെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഇവിടെ ആയിട്ടാണ്ടല്ലേ ബീച്ച് ഗൈസ്. ഗൈസ് ദോണ്ടേ ഗൈസ് അവിടെ ആയിട്ടാണ് ഗൈസ് ബീച്ചും കാളും വരുന്നത്. നമുക്ക് എന്തായാലും അവിടെ വല്ലതും പോയി നോക്കാം. ചിലപ്പം ടിങ്കുവും അവനും കൂടെ അവിടെ ഇന്ന് ചിലപ്പം വല്ല ഫുട്ബോളോ വല്ലതൊക്കെ കളിക്കായിരിക്കാം. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. പറയാതെയൊക്കെ ഇറങ്ങി വരുന്ന ടീമാണ് ഗൈസ് അവന്മാർ രണ്ടുപേരും. ഗൈസ് എൻ്റെ ഉള്ളിലൊരു പേടിയും കാളും ഉണ്ട് ഗൈസ് അവന്മാരെ കാണാത്തതിന്. എന്തായാലും പുറത്ത് കാണുമ്പോൾ വലിയൊരു ടെൻഷനുകൾ കാണുന്നില്ല ഗൈസ്. ഇവിടെയും ഇല്ല ഗൈസ് ഇവന്മാർ ഗൈസ്. പിന്നെ ഇവന്മാർ എവിടെ പോയി കിടക്കുന്നു ഗൈസ്? ഗൈസ് എന്തായാലും ഗൈസ് വല്ലാത്തൊരിതായാലല്ലേ. രാവിലെ എണീച്ചപ്പം തന്നെ ഗൈസ് ഇങ്ങനെ ഗൈസ് ഞാൻ കുളിച്ചതോ പല്ല് തേച്ചതോ ഇല്ല ഗൈസ്. ഗൈസ് ഇവന്മാരെ തേടി ഇറങ്ങിയതാണ് ഗൈസ്. ഇവന്മാരെ കാണുന്നില്ല ഗൈസ്. ഇവന്മാരെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ ഇവന്മാരെ എവിടെ പോയി കിടക്കുന്നു ഗൈസ്? എന്തായാലും ഗൈസ് നമുക്കാണ് നമ്മളെ വീട്ടിൽ പോവാം. ഇന്നൊരു പിള്ളേരെയും കിട്ടിയില്ലല്ലോ. ഇവിടെ ഏതാണ്ട് ഒരു ചെറുക്കൻ നിൽക്കുന്നല്ലോ. ഒരു നീലയും ഒരു ഉടുപ്പൊക്കെ ഇട്ട്. ചെറുക്കൻ്റെ അടുത്തോട്ട് എന്തായാലും പോയി ഹായ് മോനെന്താ ഇവിടെ നിൽക്കുന്നത് ഒറ്റയ്ക്ക്? അത് പിന്നെ ചേട്ടാ എനിക്കാണെങ്കിൽ ഒരു അണ്ണനെയും ഉണ്ട്. ആ അണ്ണൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ ഒരു കാർ ഞാൻ മേടിച്ചു തരാൻ പറഞ്ഞപ്പോൾ ആ അണ്ണൻ എനിക്ക് മേടിച്ചു തന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എടാ മോനെ, നീ ആണെങ്കിൽ എൻ്റെ വണ്ടിയിൽ കണ്ടും കേട്ടിടാ. ഞാനാണെങ്കിൽ ഒരു കളിപ്പാട്ടക്കടയുടെ മാനേജറും കാണുവാടാ ഷിൻചാനെ. എന്തായാലും നിന്റെ പേരും കാണൊക്കെ എനിക്കറിയാടാ ഷിൻചാനെ. നീ എന്തായാലും സേഫായിട്ട് കാണി കയറിയിടാ. നമുക്കാണെങ്കിൽ നിനക്ക് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളൊക്കെ ഞങ്ങൾ തരാടാ. നീ എന്തായാലും വണ്ടി നല്ല രീതിക്ക് പിടിച്ചിരുന്നോണം. ചേട്ടന്മാരെ പേരൊക്കെ എന്തോ ചേട്ടന്മാരെ ഇവിടെ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലേ? ഇങ്ങനെ കാണാനാ, ഞങ്ങൾ ഇത്രയും നാളും ജയിലിലല്ലായിരുന്നു. അതെന്തിനാ ചേട്ടാ ജയിലിലൊക്കെ പോയത്? അത് പിന്നെയാണെങ്കിൽ ഞങ്ങള് പിള്ളേരെ പിടിപ്പുകാരന്മാരാടാ. അതുകൊണ്ടാടാ ഞങ്ങൾ ജയിലിൽ പോയത്. എടാ ഷിൻചാനെ, നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോവേടാ. അല്ലാതെ കളിപ്പാട്ടങ്ങളൊന്നും മേടിച്ചു തരാനല്ലടാ. എനിക്കെന്നെ ഫ്രാങ്ക് അണ്ണനെ കാണണം. എന്നെ വീട് വിടുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം നശിപ്പിക്കും. എനിക്ക് എന്നെ ഫ്രാങ്ക് അണ്ണനെ കാണണം. മോനെ, ഇന്ന് നീ എത്ര നേരം വിളിച്ചിട്ടും കാര്യമില്ലടാ. ഞങ്ങളെ ട്രാപ്പിലായിടാ. ഇത് ഞങ്ങളെ സിറ്റിയാടാ. ഞങ്ങളാടാ ഇവിടുത്തെ കഥയിലെ നായകൻ. ചാടിവാ ഫ്രാങ്കിളിനെ, ഓടിപ്പോടാ ഷിൻചാനെ. ഫ്രാങ്ക് അണ്ണൻ വരെയാണെങ്കിൽ ഇവിടെ എല്ലാം ഫ്രാങ്ക് അണ്ണൻ തകർക്കും. അതേത് വലിയവനായാലും ഫ്രാങ്ക് അണ്ണൻ അവരെ തീർക്കും. നിങ്ങൾ എന്നെ വിടുന്നതാണ് നല്ലത്. ഇത്രയ്ക്ക് വലിയ ആളാണോ നിന്റെ ഫ്രാങ്ക് അണ്ണൻ? ഒന്നിങ്ങോട്ട് വരട്ടെ. ഇത് ഞങ്ങളെ സിറ്റിയാടാ. ഞങ്ങളാടാ ഇവിടുത്തെ നായകൻ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാടാ. ഫ്രാങ്ക് അണ്ണൻ ഇവിടെ വന്ന് എല്ലാരും തകർക്കും. ഇല്ലാതിരിടാ കൊച്ചനെ. ഇത് കയ്യോടനെ എൻ്റെ ബോസിനെ വിളിച്ച് പറയാം. എടുക്കുന്നില്ലല്ലോ. എടുത്ത് ബോസേ. പിന്നെ ഇന്നൊരുത്തനെ കിട്ടിയിട്ടുണ്ട് ബോസേ. ബോസ് എന്തായാലും ഞാൻ അടിച്ചിരുന്ന ലൊക്കേഷനിലോട്ട് ഞാനും വാ ബോസ്. ബോസെ, അവൻ വണ്ടിയിലും കാളൊക്കെ ഉണ്ട്. അവൻ ഏതാണ്ട് ഫ്രാങ്ക് അണ്ണൻ വരുമെന്ന് പറഞ്ഞ് നമ്മളെ കുറെ നേരോടിട്ട് എന്നെ ചൂഷണം ചെയ്യുന്നവൻ. പീക്കിന് ചേർക്കണേ. എന്തായാലും ഞാൻ വണ്ടി അങ്ങോട്ട് ഇട്ടിട്ടാ നിക്ക് നീ അവിടെ. എന്തായാലും വണ്ടി ഇങ്ങോട്ട് ഞങ്ങളൊക്കെ സേഫ് ആയിട്ടിടാ. ആരും കാണണ്ട ഈ വണ്ടി. പുതിയ വണ്ടി. ഇത് വല്ലതും തകരയാണെങ്കിൽ പണി കിട്ടും. ആരാണ്ട് വിളിക്കുന്നല്ലോ. ഗൈസ് ഇവിടെ ഏതാണ്ട് ഒരുത്തം വിളിച്ചിട്ട് പറയുന്നു ഒരു ലൊക്കേഷന് ആൾ ഇട്ടെന്നിട്ട് പറയുകയാണ് നിങ്ങളെ ഷിൻചാൻ അവിടെയും ആളും ഉണ്ട്. ഒരു 10 കോടി രൂപ അങ്ങോട്ട് കൊണ്ട് ചെല്ലാനാണ് അവൻ പറയുന്നത്. പിന്നെ 10 കോടി ഉണ്ടെങ്കിൽ 4 മാൻഷനുകളാളും പേടിച്ച് സുഖമായിട്ട് ലൈഫ് സെറ്റിൽമെൻറ്റ് എടുക്കാമായിരുന്നു. എന്തായാലും നമുക്കാണെങ്കിൽ എന്നിട്ട് ലൊക്കേഷനിലോട്ട് ഞങ്ങൾ പോയതിനു ശേഷം അവന്മാരെ നമ്മളെ ഷിൻചാനെ ഞങ്ങളൊക്കെ രക്ഷിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ആ ലൊക്കേഷനിലോട്ട് ഞങ്ങളൊക്കെ എത്തിയിട്ട് കാണാം ഗൈസ്.
കേസ് അങ്ങനെ അവർ തന്നെ അടിച്ചെന്നെ ലൊക്കേഷനിലോട്ട് കാണാനൊക്കെ വന്നോട് ഗൈസ് ഷിൻചാനോളേക്ക് ഇപ്പോൾ ഉണ്ട്. ഷിൻചാനെ കയറി വേറെ ഫ്രാങ്കളുണ്ടോ? വണ്ടി എടുത്തു ഫ്രാങ്കളുണ്ടോ? പറപ്പിച്ചു അവന്മാര് നമ്മളെ പേരൊക്കെ തന്നെ ഉണ്ട് ഫ്രാങ്കളുണ്ടോ? ആടാ ഷിൻചാനെ ഞാൻ പറപ്പിക്കുകയൊക്കെ തന്നെയാടാ. പിന്നെടാ ഷിൻചാനെ, പിന്നെ നീ എന്തിനാണ് വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങിപ്പോയത്? നിൻ്റെ അടുത്ത് ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ പറയുന്നത്. എന്തിനാ നീ ഇറങ്ങിപ്പോയാ? ഫ്രാങ്കിൾ അണ്ണൻ്റെ അടുത്ത് ഇന്ന് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഒരു പിനി RC കാര്യങ്ങളൊക്കെ മേടിച്ചു തരാൻ. ഫ്രാങ്കിളോണ്ടാണ് അത് മേടിച്ച് തന്നോ? ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഫ്രാങ്കിളോണോ ഞാൻ ഇതാക്കിയത്. അതൊക്കെ പോട്ട് ഗൈസ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തണം, ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വിടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.